കൂടുതൽ ചോദ്യങ്ങളുണ്ട്. ആ അല്ല ഒരിക്കലുമല്ല. അഖിൽമാരാരെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഞാനൊരു കൊല്ലംകാരിയാണ്. എവിടെ എവിടെ? കൊല്ലം ശാസ്താംകോട്ടയാണ് എൻ്റെ ആ സ്ഥലം. ഓക്കെ. വീട്ടിൽ നിന്ന് അപ്പം ഒരു 10-12 കുറച്ച് ദൂരമേ ഉള്ളൂ. 12 കിലോമീറ്റർ. കൊട്ടാരക്കര ഗണപതിയുടെ നാട് എല്ലാവരും അമ്മ അറിയപ്പെടുന്ന പഠിച്ച ശാസ്ത്രംകോട്ട കോളേജിലാ. DV കോളേജ്. അപ്പം അമ്മയ്ക്ക് എന്തായാലും എൻ്റെ ഫാദറിനെ അറിയായിരിക്കും. അവിടെ ഒരു കുരങ്ങന്മാർ ഇഷ്ടംപോലെ കുരങ്ങന്മാരുള്ള സ്ഥലമായിരുന്നു അവിടെ പണ്ട്. ഒരൊറ്റ പ്രസ്സേ ഉള്ളൂ, നർമ്മദ പ്രസ്. നമ്മുടെ നടൻ മുരളിയൊക്കെ പഠിച്ച കോളേജാണ് ദേവസ്വം ബോർഡ് കോളേജ്. ഇതൊന്നുമല്ല, ശരിക്കും ഞാൻ ഒരു മാസം നാട്ടിലായിരുന്നു. അപ്പം ഞാൻ ബ്രദറിലോ അവരൊക്കെ കൊട്ടാരക്കരയ്ക്ക് അടുത്താണ്, എഴുകോൺ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഖിൽമാരാരെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പം ബ്രദറിലോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഞാൻ കാണുന്നതിന് മുമ്പ് താങ്കളായിരിക്കും കാണുന്നത്. അത് തന്നെ നടന്നു. ഞാനാണ് ഫസ്റ്റ് അഖിൽമാരാരെ കണ്ടത്. അതേപോലെ ഇത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓടി വരാൻ തന്നെ കാരണം താങ്കൾ പറഞ്ഞു താങ്കളുടെ നെഗറ്റീവ്സ് മാത്രമേ താങ്കൾ സെർച്ച് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ ഞാൻ ഇത് കണ്ട വ്യക്തിയാണ്. ഈ ബിഗ് ബോസിൻ്റെ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അധികം TV UAയിൽ കാണാറില്ല. എല്ലാവരും FM ആണ്, കാര്യം റോഡിലാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു 9 മണിക്ക് ശേഷം എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തും ബിഗ് ബോസ് കാണാൻ. അപ്പോൾ ഈ പ്രാവശ്യം ഫസ്റ്റ് സീസൺ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സീസൺ 5. അപ്പം താങ്കളെയൊക്കെ ആദ്യമേ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരുതി ഭയങ്കര നെഗറ്റീവ് അടിച്ചൊരു മനുഷ്യനൊക്കെ ആണല്ലോ. പിന്നെ ഓരോരുത്തരെ പറ്റി ഇൻട്രോഡോ പറയും. അപ്പം ഞങ്ങൾക്കൊരു അഖിലുണ്ട്, അതും കൊട്ടാരക്കരയാണ്. അപ്പം കൊല്ലാങ്കാരെ പൊതുവെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, അവർ ഉള്ളതുപോലെ തുറന്നു പറയും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് എന്നെ കൂട്ട തന്നെ ആണല്ലോ, എല്ലാം അടിച്ചടിച്ച് പറയുന്നൊരു വ്യക്തി. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് അഖിലിനോട് ഇഷ്ടം കൂടിയാണ് വന്നത്. ആദ്യത്തെ ലുക്കിനെക്കാട്ടി താങ്കൾ ഇറങ്ങിയ ഗ്ലാമറായിട്ട് തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഹെൽത്ത് എങ്ങനെയുണ്ട്? ഹെൽത്ത് ഇപ്പം അത്ര ഇതൊന്നും അല്ല. ഞാൻ ആക്ച്വലി ഇതുവരെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല. കാര്യം ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. താങ്കളെ മറ്റേ ഇരിക്കാൻ ബുദ്ധിമുട്ട്, അതിൽ നിന്ന് മാറി നിന്നു, ക്ഷീണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അല്ല, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇപ്പോഴും ഫുഡൊക്കെ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച യൂസ് ചെയ്യുന്നത്. പിന്നെ തൈറോയ്ഡ് 10 വർഷമായിട്ട് ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബോഡി ടയർഡാവും. അപ്പോൾ എനിക്ക് ഉച്ചതൊട്ട് ഭയങ്കര കഴുത്ത് വേദനയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും കയറിയിട്ടില്ല. പക്ഷേ കുഴപ്പങ്ങൾ, അതായത് അങ്ങനെ ഒരു അപകടം പിടിച്ച അവസ്ഥയിലൂടെയൊന്നും ഞാൻ പടക്കം കടന്നു പോകുന്നില്ല. ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എടുത്തുകൊണ്ട് വരാൻ മറന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. ഇപ്പം സമീപിച്ചാൽ മതി, കുഴപ്പമില്ല. അതല്ല, ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം താങ്കൾ പറഞ്ഞു താങ്കൾ 35 വയസ്സ് വരെ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ നടന്നു. ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് ഒരിക്കലും നടക്കില്ല. ഞാൻ ആ വഴിയെ പോകുന്നൊരു വ്യക്തി. കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഈവൻ ആ ഒരു ഗെയിംസിലായാൽ പോലും താങ്കൾ പറയുന്ന ഓരോ കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ്. ഈവൻ നിങ്ങൾക്ക് ഫുഡിന് പോലും ഓരോ കാൽക്കുലേഷൻസ് തരുമ്പം അത്ര ഷാർപ്പാണ് താങ്കൾ. ഇപ്പോൾ ഈ ഇത്രയും നേരം ആരെയും ബോറടിപ്പിക്കാതെ സംസാരിക്കണമെങ്കിൽ തന്നെ അതിനുള്ളൊരു അറിവും അതിനുള്ളൊരു കഴിവും ഉണ്ട്. അത് റിയലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇനിയും മുന്നോട്ട് പോവട്ടെ, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കാലിയായിപ്പോയി. ഇതാണ് ബിഗ് ബോസ് വന്നാലുള്ള പ്രശ്നം. എല്ലാം കാണും, ആ സമയമെല്ലാം അല്ല ബിഗ് ബോസിന്റെ കാണുമ്പോൾ ഈ പറഞ്ഞത് ആണ്. ബിഗ് ബോസിനകത്ത് നമുക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവ്, നമുക്ക് ഒരുപാട് അറിവുണ്ടാവും, ഒരുപാട് സംസാരിക്കാൻ സ്പേസ് ഉണ്ടാവും, എല്ലാ ടാലൻറ്റും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന നമുക്ക് 1 മിനിറ്റ് സമയമുള്ളൂ. അവിടെ ആ 1 മിനിറ്റിൽ അവിടെ പെർഫോം ചെയ്തോളാം. കാര്യം നമ്മളെ കണ്ടുകൊണ്ട് ഇത്രയും ജനതയിരിക്കുക, അവിടെ കൈയടി കിട്ടത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യും, പിന്നെ അവസരമില്ല. നമുക്ക് മുമ്പിൽ പിന്നീട് അവസരമില്ല. എപ്പോഴും ഈ ലോകം അങ്ങനെയാണ്. കിട്ടുന്ന അവസരം യൂട്ടിലൈസ് ചെയ്തോ. ടീമിനെ ഇന്നലെ കാണാൻ എനിക്ക് പറ്റിയായിരുന്നു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു TV കാണുന്നതിനെക്കാട്ടിലൊക്കെ വെള്ളം വയ്ക്കുന്നത് TV കാണുന്നതിനെക്കാട്ടിൽ എന്ത് ഭംഗിയ ശോഭയെ. ഇന്നലെ ശോഭയെ കണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടുകാരനാണ് കപ്പും കൊണ്ട് പോയത്. പ്രാധാന്യ കാര്യമായി. അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസിന്റെ നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ് ലാലേട്ടനെ. അപ്പം മോൻ എന്നോട് പറഞ്ഞു അമ്മ ബിഗ് ബോസിൽ പോകണം, പക്ഷേ പങ്കെടുക്കണ്ട, എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കും. ഹോസ്റ്റായിട്ട് പോകാനായിരിക്കും മോൻ ഉദ്ദേശിച്ചത്. അവിടെ പോയി അടി ഉണ്ടാക്കും. അതുകൊണ്ട് ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നാൽ മതി, അല്ല പങ്കെടുക്കാൻ പോകണ്ട. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എനിക്ക് കപ്പൊക്കെ കിട്ടിയതിനെക്കാട്ടി ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായിരുന്നു ലാലേട്ടനോടൊക്കെ വാട്സപ്പിൽ ഇപ്പോൾ ചാറ്റ് ചെയ്യാൻ പറ്റുന്നതും, ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നതും, മമ്മൂക്ക ബെസ്റ്റ് വിഷസ് ഇട്ടുകൊണ്ട് ആദ്യം എനിക്ക് മെസ്സേജ് ഒക്കെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. അല്ല, ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലം കൊതിച്ചിട്ടുണ്ടെന്നേ, ഒന്ന് അടുത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നില്ല. അത് ഭയങ്കര വലിയ കാര്യം. മെജോറിറ്റി ആൾക്കാരും താങ്കൾ തന്നെ വിന്നർ ആവണം എന്ന് പറഞ്ഞത്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യം. അപ്പം നെഗറ്റീവ് ആയിരുന്നെങ്കിൽ താങ്കൾ നോക്കിയാൽ ഇപ്പം മനസ്സിലായി. ഇനി ഞാൻ അല്ല, അങ്ങനല്ല, സെർച്ച് ചെയ്ത് ഞാൻ എപ്പോഴും, ഞാൻ പണ്ടും അങ്ങനെയാണെന്നേ. ഞാനൊരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന സമയത്തും ഞാൻ ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് പറയുന്നത് കേൾക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ എന്ത് പറയുന്നത് കേൾക്കാൻ തന്നെ ശ്രമിച്ചോണം, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് സൂചിപ്പിച്ചതാണ്. താങ്ക് യു. ഡോക്ടർ ഓക്കെ അല്ലേ? മൊത്തം ഒന്ന് പരിചയപ്പെടുത്തി അങ്ങ് തുടങ്ങാം അല്ലേ?
എന്നെയാണോ? ഹായ്, എൻ്റെ പേര് മുന്തിർ എന്നാണ്. ആദ്യം ബിഗ് ബോസ് ഫാനൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ ലാസ്റ്റിലെ 2 വീഡിയോ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് വണ്ടി ഓടിച്ച് വന്നപ്പോൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വാക്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ശൂന്യമായ കരങ്ങളിൽ ജനിച്ച് ശൂന്യമായ കരങ്ങളാൽ മടങ്ങേണ്ടവരാണെന്ന് നമ്മൾ 2014 താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ ഈ കാണുന്നൊക്കെ ഒരു സെലിബ്രിറ്റീസാണ് ഇരിക്കുന്നവരൊക്കെ. എൻ്റെ ചോദ്യം ആദ്യം തൊട്ട് സെലിബ്രിറ്റിയുമെന്ന് കണക്ട് ചെയ്ത് ചിലപ്പോൾ നിങ്ങളെ മുഷിപ്പിച്ചേക്കാം, എങ്കിലും ഇന്നത്തെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. ഞാൻ 80s ജനിച്ച വിഭാഗത്തിൽപ്പെട്ട, എന്ന് വെച്ചാൽ 90 കാലഘട്ടത്തിൽ 2000-ലൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏറ്റവും കൂടുതൽ നമ്മൾ TV കണ്ട്, അതുപോലെ തന്നെ ഈ ടെസ്റ്റൊക്കെ നമ്മൾ ടോസ് ഇടുന്ന അവിടം തൊട്ട് കമാൻഡറേറ്റർ ബൈ ബൈ പറയുന്ന അവിടം വരെ ഇരുന്ന് കണ്ട ജനറേഷനിൽപ്പെട്ടവരാണ്. അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരേ കാറ്റഗറി ആയിരിക്കാം, ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് ഇന്ന് ഓർക്കുന്നൊരു പരസ്യവാചകമുണ്ട്, കമോൺ ഇന്ത്യ വിഭാഗം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലും സെവാഗും സഹീർ ഖാനൊക്കെ നിറഞ്ഞാടിയ ഒരു കാലഘട്ടം. ആ ഇന്ത്യ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ക്രിക്കറ്ററാണ് സെവാഗ്. അന്നും ഇന്നും എന്നും സെവാഗിനെയാണ് എനിക്ക്. കാരണം സെവാഗിനെ പോലെ ഒരു പ്ലെയർ ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്നിട്ടില്ല. കാരണം ആദ്യ ബോൾ തൊട്ട് അവസാന ബോൾ വരെ ഹിറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ വളരെ വൈകാരികമായിട്ട് ഇന്നലെ നമ്മുടെ ഇന്ത്യ നാട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്ക് സെവാഗ് പറയാണ്, നമ്മുടെ ഇന്ത്യയുടെ പേര് മാറ്റി ഇനി മുതൽ ക്രിക്കറ്റ് കളിക്കാരുടെ പേരിൽ ഇന്ത്യ എന്ന് എഴുതിയെടുത്ത് നിന്ന് ഭാരതം എന്ന് എഴുതി തുടങ്ങണമെന്ന്. അഖിൽമാരാർ എന്ത് പറയുന്നു? ഇന്ത്യ മാറ്റിയിട്ട് ഭാരതം എന്ന് എഴുതേണ്ടതുണ്ടോ? അല്ല, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതം, ഇത് ഭരണഘടനയിലുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് നാഷണൽ അവാർഡുകൾ ഒരു കാലഘട്ടത്തിൽ ഭാരത് അവാർഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു ഒരു സമയത്ത്, ഞാൻ അഖിൽ മാരാർന്നാക്കി. അപ്പം ഇന്ത്യ എന്ന് മാറ്റി ഭാരതം എന്നാക്കിയാലും എനിക്ക് രാജ്യത്തോട് ഒരേ സ്നേഹം തന്നെ ആയിരിക്കും. അത് ഇന്ത്യ എന്ന പേരിൽ തന്നെ നിന്നാലും ഒരേ സ്നേഹം തന്നെ ആയിരിക്കും. എനിക്ക് ഞാൻ ജനിച്ച നാടിനോടാണ് സ്നേഹം, പേരിനോടല്ല. അല്ലാണ്ട് ഇപ്പം അത് സേവാഗ് അങ്ങനെ പറഞ്ഞുകൊണ്ടോ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ തീരുമാനം, പിന്നെ നമ്മൾ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കാൻ തയ്യാറാവുന്ന രീതി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കാം. മേ ബി അതിൻ്റെ ശരിതെറ്റുകളെയൊന്നും കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി നമ്മളെ ഭരണഘടനയിലുണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഇങ്ങനെ തന്നെയാണ് ആർട്ടിക്കിൾ ഫസ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത്. അതൊന്നും പ്രശ്നമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ അഡമൻ്റായിട്ടൊരു ഇപ്പുറത്തൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ, ഇപ്പം നമ്മുടെ G23 ഉച്ചകോടിയിൽ പ്രസിഡന്റ് അവിടേക്ക് പോയപ്പോൾ ഇപ്രാവശ്യം പോയത് പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പറഞ്ഞിട്ടാണ്. ഇത്രയും കാലം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ G23 പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെ അല്ല വിട്ടത്. അതിൻ്റെ കാരണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിയുടെ പ്രസിഡന്റായിട്ട് മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് ഇതൊക്കെ തന്നെ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, അപ്പുറത്ത് ഒരു വിഭാഗം ഇവർക്കെതിരെ മൂവ് ചെയ്യുമ്പോൾ ഇവർ പുതിയൊരു അജണ്ട സൃഷ്ടിച്ച് ഇവർ പുറത്തോട്ട് മൂവ് ചെയ്യുന്നു. അതിനൊപ്പം കുറേ പേര് സഞ്ചരിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടായാലും എന്നെ സംബന്ധിച്ച്. പിന്നെ നമ്മുടെ വള്ളത്തോൾ എഴുതി വെച്ചതും മറ്റേ കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനം അല്ല തിളക്കണം ചോര ഞരമ്പുകളിൽ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അമന്തരംഗം. എന്തായാലും വള്ളത്തോൾ സംഖ്യയൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനല്ല, നമ്മൾ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം എൻ്റെ പേടി അതാണ്. നമ്മൾ എല്ലാവർക്കും ശരിയുണ്ട്. എന്നെ സംബന്ധിച്ച് BJPക്കും ശരിയുണ്ട്, കോൺഗ്രസിനും ശരിയുണ്ട്, CPM-നും ശരിയുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ശരിയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശരികളെ ഞാൻ പറഞ്ഞാൽ നമ്മളെ പിടിച്ച് അതിനകത്ത് കിട്ടും. അതുകൊണ്ട് ശരി പറയാൻ ഇവിടെ മനുഷ്യനെന്നൊരു വിഭാഗം ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ അതാണൊരു പ്രശ്നം. എല്ലാം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി മാറിക്കഴിഞ്ഞു. എനിക്കൊരു മനുഷ്യനായിട്ട് ഇരിക്കാനാണ് എനിക്ക് മകൻ ജനിച്ച മനുഷ്യനെന്ന് പേരിനോട്ടിരുന്ന ആളാ. അല്ല, ഇന്ത്യയിൽ പെണ്ണുമ്പിള്ള പേടിച്ചാ പറഞ്ഞത്, ഭഗവാനെ മകൻ ജനിക്കല്ലേ, മോനെ കയറി മകനെ മനുഷ്യാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ മകൾക്ക് പ്രകൃതി എന്നാണ് പേരിട്ടത്. എന്നിരുന്നാലും ഇന്ത്യക്കാരൊക്കെ അകത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് നിങ്ങൾ പറഞ്ഞത് ആപ്റ്റാണ്. പക്ഷേ പിന്നെ വേറൊരു രസം പറയാം. പാകിസ്ഥാൻ ഇത് നമ്മളിപ്പം ഇൻഡീസ്, നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിട്ടുള്ള ഹിന്ദുക്കളെന്ന് പിന്നീട് സിന്ധു വരുന്നു. ഈ ഇൻഡീസ് താഴ്വര ഇതൊക്കെ ഇന്ന് കൂടുതലും പാകിസ്ഥാനിലാണ് കിടക്കുന്നത്. പാകിസ്ഥാൻ പേര് മാറ്റി ഇന്ത്യ എന്നാക്കട്ടെ. അങ്ങനെയല്ല, അങ്ങനെ ആക്കാം, അവർക്കാക്കാം, പേര് മാറ്റിക്കൂടെ? അല്ല, ഈ പുറത്ത് ആശയപരമായിട്ട് ഇപ്പോൾ അവരാണ് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ്. എസ്പെഷ്യലി ഇങ്ങനെ പുറത്ത് രാജ്യങ്ങളിലുള്ള ആളുകളെയാണ് ഇങ്ങനൊരു പേര് മാറ്റത്തിൽ